ഒരു വലിയ മഹത്തായ ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിലില്ലാത്തതൊന്നും ലോകത്ത് വേറെയില്ല. ചരിത്രപരമായ, സാമ്പത്തികമായ, നരവംശാസ്ത്രപരമായ, പ്രകൃതിയുടെ എല്ലാ സമഗ്രമായ ലോകത്തിൻ്റെ എല്ലാ ചലനങ്ങളും ആ ഗ്രന്ഥരചയിതാവിൻ്റെ ജീവിതം എന്താണെന്നറിയാൻ ഞാൻ രണ്ടാമത് ആഗ്രഹിച്ചു. ആ സൗഹൃദമാണ് ലോകത്തെ ആദ്യത്തെ 2 കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹബന്ധം. അവരുടെ പൊതുവായ സംഭാവനയാണ് ലോകത്തിന് നൽകിയത് മൂലധനം എന്ന ഗ്രന്ഥം. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വ്യക്തി, വലിയ മനുഷ്യൻ, സഖാവ് കാറൽ മാർക്സ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ഇന്ന് ലോകം പറയുകയാണ്: സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നഷ്ടപ്പെടാനുള്ളത് ചങ്ങലകൾ മാത്രമാണ്, നിങ്ങൾക്ക് നേടാനുള്ളത് ഒരു പുതിയ ലോകമാണ്. ആ പുതിയ ലോകം ഞാൻ അന്വേഷിക്കാൻ അതിൽ മാർക്സ് തന്ന സന്ദേശം, ജനങ്ങൾക്ക് നൽകിയ സന്ദേശം, ചൂഷണരഹിതമായ ഒരു ലോകം. മനുഷ്യനെ ചൂഷണം ചെയ്യാൻ പാടില്ല. അധ്വാനം തുല്യമായി പങ്കിടണം. ഈ ആശയങ്ങൾ അടങ്ങുന്ന മാർക്സിൻ്റെ ആദ്യത്തെ വിളംബരമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. മാനിഫെസ്റ്റോയെ തുടർന്ന് മാർക്സ് ഏർപ്പെട്ടത് ഈ ലോകത്തെ മനുഷ്യരെയും വിഭവങ്ങളെയും ആരാണ് ചൂഷണം ചെയ്തത്, ഒരു സമ്പന്ന വർഗം ലോകത്ത് എങ്ങനെയുണ്ടായി, അവരുടെ സമ്പത്തിൻ്റെ ഉറവിടം എന്താണ് തുടങ്ങിയ ചരിത്രപരമായ, സാമ്പത്തികമായ, നരവംശാസ്ത്രപരമായ, പ്രകൃതിയുടെ എല്ലാ സമഗ്രമായ ലോകത്തിൻ്റെ എല്ലാ ചലനങ്ങളും മാർക്സ് തൻ്റെ മൂലധനം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വലിയ മഹത്തായ ഒരു ഗ്രന്ഥമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിലില്ലാത്തതൊന്നും ലോകത്ത് വേറെയില്ല. ആധുനിക ലോകത്തിൻ്റെ മുമ്പിൽ ബദലായി, മാർക്സിൻ്റെ മൂലധനത്തിന് ബദലായി ഇന്ന് വരെ മറ്റൊരു ഗ്രന്ഥം ഉള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല, എനിക്കറിയില്ല. ആ ഗ്രന്ഥരചയിതാവിൻ്റെ ജീവിതം എന്താണെന്നറിയാൻ ഞാൻ രണ്ടാമത് ആഗ്രഹിച്ചു. ആ ജീവിതം പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലായ്മയും ദുരിതങ്ങളുമായി. കാറൽ മാർക്സ് തൻ്റെ അവസാന നാളുകളിൽ വരുമാനമില്ലാതെ, കുടുംബം പോറ്റാനാകാതെ ജർമ്മനിയിൽ നിന്നും റഷ്യയിൽ നിന്നുമെല്ലാം അദ്ദേഹം നാടുവിട്ട് ലണ്ടനിലെത്തി. വിശ്വപ്രശസ്തമായ ലണ്ടൻ ലൈബ്രറിയിലെ അജ്ഞാതമായ ഏതോ ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അവിടുത്തെ ലൈബ്രറിയൻ എന്നുള്ള തുച്ഛമായ വരുമാനത്തിന് വേണ്ടി ഉദ്യോഗം സ്വീകരിച്ചു. ആ ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം തൻ്റെ മൂലധനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എഴുതി പൂർത്തിയാക്കുകയും ആ ലണ്ടൻ നഗരത്തിൽ എവിടെയോ വെച്ചാണ് മാർക്സ് ഏംഗൽസിനെ കണ്ടുമുട്ടുന്നതും ഏംഗൽസ് എന്ന ധനികൻ ഉദാരമായി മാർക്സിനെ എല്ലാ വിധത്തിലും സഹായിക്കുകയും ചെയ്തു. ആ സൗഹൃദമാണ് ലോകത്തെ ആദ്യത്തെ 2 കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹബന്ധം. അവരുടെ പൊതുവായ സംഭാവനയാണ് ലോകത്തിന് നൽകിയത് മൂലധനം എന്ന ഗ്രന്ഥം.